റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക 50% താരിഫ് ഏർപ്പെടുത്തിയത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും US ഉപരോധവുമുൾപ്പെടെ നിലനിൽക്കുന്നതിനാൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. റഷ്യ വലിയൊരു രാജ്യമാണ്. രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് അവർ തിരികെ വരേണ്ടിയിരിക്കുന്നു. വലിയ മാറ്റം കൊണ്ടുവരാനുള്ള ശേഷി അവർക്കുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാനാകുന്നില്ല. റഷ്യൻ ഓയിൽ വാങ്ങിയാൽ 50% താരിഫ് ഏർപ്പെടുത്തുമെന്ന് അവരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബിസിനസ് പങ്കാളിയോട് പറഞ്ഞിട്ടുണ്ട്. അത് റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ട്രംപ് പറഞ്ഞു. എന്നാൽ താൻ സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ വ്യക്തമാക്കാൻ US പ്രസിഡന്റ് തയ്യാറായില്ല. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുമെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യക്ക് 50% തീരുവയാണ് US പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച 25% തീരുവ ഈ മാസം 7-ന് നിലവിൽ വന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഏർപ്പെടുത്തിയ 25% അധിക തീരുവ 27-നാണ് നിലവിൽ വരിക. ഇന്ത്യ US വ്യാപാര കരാറിനുള്ള 5 വട്ട ചർച്ചകൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. തുടർ ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം 25-ന് ഇന്ത്യയിലെത്തും. അതേസമയം യുക്രൈനിലെ വെടിനിർത്തലിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി 15-ന് അലാസ്കയിൽ കൂടിക്കാഴ്ച നടക്കാനിരിക്കവെയാണ് ട്രംപ് റഷ്യക്കെതിരെ നിലപാട് കടുപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ പ്രദേശം വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് ട്രംപ് സൂചന നൽകി. മണിക്കൂറുകൾക്ക് ശേഷമാണ് കൂടിക്കാഴ്ചയുടെ പ്രഖ്യാപനം വന്നത്. കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖല റഷ്യ ഏറ്റെടുക്കുകയും ക്രിമിയയെ നിലനിർത്തുകയും ചെയ്തു എന്ന കരാർ അംഗീകരിക്കാൻ വൈറ്റ് ഹൌസ് യൂറോപ്യൻ നേതാക്കളെ പ്രേരിപ്പിക്കുകയാണെന്ന് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച മോസ്കോയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് പുടിൻ ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അതേസമയം റഷ്യയ്ക്ക് പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫോണിൽ സംസാരിച്ചിരുന്നു. റഷ്യയുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ തേടിയാണ് സെലൻസ്കി മോദിയുമായി സംസാരിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മോദിയെ അറിയിച്ചതായി സെലൻസ്കി എക്സിൽ കുറിച്ചു. മോദിയുമായി നീണ്ട സംഭാഷണത്തിൽ ഏർപ്പെട്ടെന്നും സെലൻസ്കി പറഞ്ഞു. ഞങ്ങളുടെ നഗരങ്ങളിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും സപ്പോരിജിയയിലെ ബസ് സ്റ്റേഷനു നേരെ ഇന്നലെ നടന്ന ആക്രമണത്തെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. റഷ്യ മനഃപൂർവ്വം നടത്തിയ ബോംബാക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. യുദ്ധം അവസാനിപ്പിക്കാൻ ഒടുവിൽ ഒരു നയതന്ത്ര സാധ്യത തെളിഞ്ഞു വന്ന സമയത്താണ് റഷ്യ ഇങ്ങനെ ചെയ്യുന്നത്. വെടിനിർത്തലിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിന് പകരം അധിനിവേശവും കൊലപാതകങ്ങളും തുടരാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. യുക്രൈനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യുക്രൈന്റെ പങ്കാളിത്തത്തോടെ വേണം തീരുമാനിക്കാൻ. മറ്റു വഴികളൊന്നും ഫലം കാണില്ല. യുദ്ധത്തിന് പണം കണ്ടെത്താനായി റഷ്യ സ്വീകരിക്കുന്ന മാർഗങ്ങളെല്ലാം ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണ കയറ്റുമതി പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയ്ക്കിടെ പ്രധാനമന്ത്രി മോദിയുമായി ഒരു സ്വകാര്യ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, സെലൻസ്കി എക്സിൽ കുറിച്ചു.